നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വോട്ടെടുപ്പിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ വടക്കൻ കേരളത്തിൽ ഇന്ന് നിശബ്ദ പ്രചാരണം. തൃശൂർ മുതൽ കാസർഗോഡ് വരെ 7 ജില്ലകളിലാണ് വോട്ടെടുപ്പ്. രാവിലെ 8 മണിയോടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ നാളെ പൊതു അവധി. വ്യാഴാഴ്ച നടക്കുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. മേഖലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റി നിശ്ചയിച്ച ബൂത്തുകളിലേക്ക് മടങ്ങി. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകൾ ചാവക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ. നിശബ്ദ പ്രചരണ ദിനത്തിൽ വരവൂർ പഞ്ചായത്തിലെ നടുവട്ടത്ത് AC മൊയ്തീൻ MLA വോട്ട് അഭ്യർത്ഥിക്കുവാൻ എത്തിയെന്നാരോപിച്ച UDF പ്രവർത്തകരുടെ പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് MLA കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തുവെന്ന് കാണിച്ച് UDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്കയും മലങ്കര മെത്രാപ്പൊലിത്തയുമായ ബസേലിയോസ് ജോസഫ് ബാവയ്ക്ക് ഊഷ്മള സ്വീകരണം നൽകി. വിശ്വാസത്തിന്റെ അടിത്തറ പത്രോസ് ഏറ്റുപറഞ്ഞ വിധേയത്വ മനോഭാവമെന്ന് ശ്രേഷ്ഠഭാവം. വാർത്തകൾ വിശദമായി. സജീവം നിശബ്ദ പ്രചരണം. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട വോട്ടെടുപ്പിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ വടക്കൻ കേരളത്തിൽ ഇന്ന് നിശബ്ദ പ്രചാരണം. രണ്ടാംഘട്ടത്തിൽ തൃശൂർ മുതൽ കാസർഗോഡ് വരെ 7 ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ രാവിലെ 8 മണിയോടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു. വോട്ടെടുപ്പിനോടനുബന്ധിച്ച കനത്ത സുരക്ഷയാണ് പോളിംഗ് ബൂത്തുകളിൽ ഒരുക്കിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഭേദപ്പെട്ട പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. വോട്ടെടുപ്പ് നടന്ന തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ 70.9% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. അന്തിമ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് നൽകും. വോട്ടിംഗ് യന്ത്രത്തിലെ തകരാർ മൂലം നിർത്തിവെച്ച ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ നാളെ റീപോളിംഗ് നടത്തും. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ നാളെ പൊതു അവധി. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമടക്കമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. വാണിജ്യ സ്ഥാപനങ്ങൾക്കും വേതനത്തോടെയുള്ള അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച നടക്കുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ചൊവ്വന്നൂർ ബ്ലോക്കിന് കീഴിലുള്ള തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ കൈപ്പറ്റി നിശ്ചയിച്ച ബൂത്തുകളിലേക്ക് മടങ്ങി. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ സജ്ജമാക്കിയ വിതരണ കേന്ദ്രത്തിൽ നിന്നും ബുധനാഴ്ച രാവിലെ 9 മണിയോടെയാണ് വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെ 50ഓളം വരുന്ന സാമഗ്രികൾ വിതരണം നടത്തിയത്. വേലൂർ, കടങ്ങോട്, കണ്ടാണശ്ശേരി, ചൂണ്ടൽ, ചൊവ്വന്നൂർ, പോർക്കുളം, കാട്ടകമ്പാൽ, കടവല്ലൂർ എന്നീ 8 പഞ്ചായത്തുകളിലേക്കുള്ള സാമഗ്രികളുടെ വിതരണമാണ് നടന്നത്. വരണാധികാരിയിൽ നിന്നും സാമഗ്രികൾ ഏറ്റുവാങ്ങിയ ഉദ്യോഗസ്ഥർ തങ്ങൾക്കായി നിശ്ചയിച്ചിട്ടുള്ള ബൂത്തുകളിലേക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയ ബസ്സുകളിൽ കോളേജിൽ നിന്ന് മടങ്ങി. ബുധനാഴ്ച വൈകിട്ടോടെ പോളിംഗ് ബൂത്തുകൾ സജ്ജമാകും. വ്യാഴാഴ്ച രാവിലെ 7 മണി മുതലാണ് പോളിംഗ് ആരംഭിക്കുക. വൈകിട്ട് 6 വരെ വോട്ട് രേഖപ്പെടുത്താനാകും. 6 മണിക്ക് വരിയിൽ നിൽക്കുന്ന മുഴുവൻ വോട്ടർമാർക്കും വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം ഉണ്ടായിരിക്കും. വോട്ടെടുപ്പ് പൂർത്തിയായതിനുശേഷം EVM അടക്കമുള്ള വോട്ടിംഗ് മെഷീൻ ശ്രീകൃഷ്ണ കോളേജിൽ സജ്ജമാക്കിയ സ്ട്രോങ് റൂമിലെത്തിച്ച് സൂക്ഷിക്കും. ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. കുന്നംകുളം, ഗുരുവായൂർ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും AR ക്യാമ്പിൽ നിന്നുമായി 100 കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് തിരഞ്ഞെടുപ്പ് ജോലികൾക്കായി വിന്യസിച്ചിട്ടുള്ളത്. ഡിസംബർ 11-ന് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് കുന്നംകുളം നഗരസഭയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർഡ് വിഭജനത്തെ തുടർന്ന് 39 വാർഡുകളിലേക്കുള്ള വോട്ടെടുപ്പാണ് നഗരസഭയിൽ വ്യാഴാഴ്ച നടക്കുന്നത്. വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ ആരംഭിക്കും. വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. വോട്ടിംഗ് മെഷീനുകളുടെ വിതരണം പൂർത്തിയായി. രാവിലെ 10 മണിയോടെ കുന്നംകുളം ടൗൺ ഹാളിൽ നിന്നും ബൂത്തുകളിലെ പ്രിസൈഡിംഗ് ഓഫീസർമാർ യന്ത്രങ്ങളും അനുബന്ധ സാമഗ്രികളും കൈപ്പറ്റി. തുടർന്ന് അതത് പോളിംഗ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി.
പോളിംഗിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി റിട്ടേണിംഗ് ഓഫീസർമാർ അറിയിച്ചു. ഹരിതചട്ടം പാലിച്ചുള്ള തെരഞ്ഞെടുപ്പിൽ 39 ബൂത്തുകളിലായി 5 വീതം ഉദ്യോഗസ്ഥർ വോട്ടെടുപ്പ് നിയന്ത്രിക്കും. എല്ലാ ബൂത്തുകളിലും പോലീസ്, ഫയർഫോഴ്സ്, ഹരിതകർമ്മസേന എന്നിവയുടെ സേവനവും പ്രത്യേകം ഉറപ്പുവരുത്തും. ഹരിതകർമ്മസേന മുഴുവൻ സമയവും ബൂത്തുകളിൽ സേവനമനുഷ്ഠിക്കും. ബൂത്തുകളിലെ ജൈവ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് തരംതിരിച്ച് പ്രത്യേകം ബിന്നുകളിലാക്കി ഗ്രീൻ പാർക്കിലെത്തിക്കും. എല്ലാ ബൂത്തുകളും ഭിന്നശേഷി സൌഹൃദമാക്കിയിട്ടുണ്ട്. എല്ലായിടത്തും വാഹന സൌകര്യങ്ങളുണ്ടാകും. കുടിവെള്ളവും ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പോളിംഗ് സ്റ്റേഷനുകൾ വടുതല ഗവൺമെന്റ് UP സ്കൂളിലും MJD സ്കൂളിലുമാണ്. 3 വീതം പോളിംഗ് സ്റ്റേഷനുകളാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. സംഘർഷ സാധ്യതയുള്ള ബൂത്തുകൾ ഇല്ലെങ്കിലും എല്ലാ ബൂത്തുകളിലും പ്രത്യേകം കരുതൽ എടുക്കുന്നതിന് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോളിംഗ് ദിവസം ബൂത്തുകളിലേക്ക് ഉദ്യോഗസ്ഥർക്കായി പ്രത്യേക വാഹന സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോളിംഗ് ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് പുതിയ ബസ് സ്റ്റാൻഡിലും ടൗൺഹാളിലും പ്രത്യേക സൌകര്യം ഒരുക്കുമെന്ന് സെക്രട്ടറി KK മനോജ് അറിയിച്ചു. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ വിലയിരുത്തുന്നതിനായി കഴിഞ്ഞ ദിവസം കളക്ടർ അർജുൻ പാണ്ഡ്യൻ നഗരസഭാ ടൗൺഹാളിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി മാർഗനിർദ്ദേശങ്ങൾ നൽകി. നഗരസഭാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ എല്ലാ ബൂത്തുകളും സന്ദർശിച്ച് ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ടൗൺഹാളിൽ നഗരസഭയിലെ ഉദ്യോഗസ്ഥർക്കായി സെക്രട്ടറി AR ഒമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച പരിശീലന ക്ലാസും സംഘടിപ്പിച്ചിരുന്നു. ഡിസംബർ 13-ന് വോട്ടെണ്ണൽ നടക്കുന്ന ടൗൺഹാളിൽ എല്ലാ ക്രമീകരണങ്ങളും സുരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ട്. നിശബ്ദ പ്രചരണ ദിനത്തിൽ വരവൂർ പഞ്ചായത്തിലെ നടുവട്ടത്ത് AC മൊയ്തീൻ MLA വോട്ട് അഭ്യർത്ഥിക്കുവാൻ എത്തിയെന്നാരോപിച്ച് UDF പ്രവർത്തകരുടെ പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് MLA കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തുവെന്ന് കാണിച്ച് UDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വരവൂർ പഞ്ചായത്തിലെ 13-ാം വാർഡിലാണ് MLA ബോർഡ് വെച്ച ഔദ്യോഗിക വാഹനത്തിൽ കുന്നംകുളം MLA-യായ AC മൊയ്തീനും CPM നേതാക്കളും വീടുകൾ കയറി വോട്ട് അഭ്യർത്ഥന നടത്തിയത്. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസത്തിൽ നടത്തുന്ന ഈ പ്രവർത്തനം ചട്ടലംഘനമാണെന്ന് ആരോപിച്ചാണ് UDF പ്രതിഷേധിച്ചത്. അല്ല, വീട് കയറി മീറ്റിംഗ് നടത്താണ് സാറേ. വീട് കയറി മീറ്റിംഗ് നടത്താണ് അല്ലാതെ അതല്ല. വീട് കയറി മീറ്റിംഗ് നടത്താണ്. ആറിനെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ MLA ഒന്ന് വരും, കുഴപ്പമില്ലെങ്കിൽ. ഈ വാർത്ത ആളുകളെല്ലാം എന്നുള്ളത് എല്ലാ പ്രാവശ്യം ഇലക്ഷൻ ആകുമ്പോൾ പല സ്ഥലത്ത് ആളുകളെ കൊണ്ടുവരിക. ഇത് ഈ രീതിയിലുള്ള പരിപാടികൾ എത്ര കാലങ്ങളായിട്ടുള്ളതാണ്. UDF പ്രവർത്തകർ MLA-യുടെയും CPIM നേതാക്കളുടെയും വാഹനം തടയാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ഇടപെട്ട് പിന്തിരിപ്പിച്ചു. പോലീസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് UDF പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിച്ചത്. സംഭവത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് UDF പരാതി നൽകിയിട്ടുണ്ട്. ചാവക്കാട് നഗരസഭയിലെ 33 ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. രാവിലെ 9 മണിക്ക് ചാവക്കാട് MR രാമൻ മെമ്മോറിയൽ സ്കൂളിൽ ഓരോ ബൂത്തുകളിലെ പ്രിസൈഡിംഗ് ഓഫീസർമാർ മെഷീൻ കൈമാറ്റി. തുടർന്ന് ഓരോ ബൂത്തുകളിലെ മെഷീനുകളും മറ്റു പോളിംഗ് സാമഗ്രികളും കൈപ്പറ്റി വാഹനങ്ങളിൽ അതാത് പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് കൊണ്ടുപോയി. പോളിംഗുമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി റിട്ടേണിംഗ് ഓഫീസർ ജില്ലാ വ്യവസായ വകുപ്പ് മാനേജർ S. ഷീബ പറഞ്ഞു. തദ്ദേശ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ചാവക്കാട് നഗരസഭയുടെ 33 വാർഡുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ചാവക്കാട് MR രാമൻ ഹൈസ്കൂളിൽ പുരോഗമിച്ച് ഏതാണ്ട് പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 33 വാർഡുകൾക്ക് 33 പോളിംഗ് സ്റ്റേഷനാണ് ചാവക്കാട് നഗരസഭയ്ക്കുള്ളത്. എല്ലാ പോളിംഗ് സ്റ്റേഷനിലും അഷ്വേർഡ് മിനിമം ഫെസിലിറ്റീസ് എല്ലാം ഉറപ്പാക്കിക്കൊണ്ട് സർക്കാരിന്റെ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഹരിത ചട്ടങ്ങളെല്ലാം ഉറപ്പാക്കിക്കൊണ്ടാണ് ഈ വർഷം നമ്മൾ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകൾ ചാവക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 17 ബൂത്തുകളാണ് പ്രശ്നബാധിത ബൂത്തുകളായുള്ളത്. 6 ഹൈ സെൻസിറ്റീവ് ബൂത്തുകളാണ്. പുന്ന, പുത്തൻകടപ്പുറം, എടക്കഴിയൂർ, കടപ്പുറം, പുതിയങ്ങാടി, അഞ്ചങ്ങാടി എന്നിവിടങ്ങളാണ് ഹൈ സെൻസിറ്റീവ് ബൂത്തുകൾ. ഇവിടങ്ങളിൽ പോലീസ് ശക്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഹൈ സെൻസിറ്റീവ് ബൂത്തുകളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കും. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് SHO VV വിമൽ പറഞ്ഞു. ചാവക്കാട് മേഖലയിൽ 200ഓളം പോലീസിനെയാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് ക്രമീകരിച്ചിരിക്കുന്നത്. ക്രമസമാധാനം ഉറപ്പുവരുത്താൻ പോലീസ് മേഖലയിൽ പട്രോളിംഗ് ശക്തമാക്കിയതായി SHO പറഞ്ഞു. പുതുതായി രൂപീകരിച്ച 2 വാർഡുകളടക്കം 22 വാർഡുകളുള്ള കടവല്ലൂർ പഞ്ചായത്തിൽ കൂടുതൽ സ്ഥാനാർത്ഥികളും പഞ്ചായത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയും 2ാം വാർഡ് വടക്കുമുറിയിലാണ്. 6 സ്ഥാനാർത്ഥികളാണ് വടക്കുമുറിയിൽ നിന്നും മത്സര രംഗത്തുള്ളത്.
UDF ഘടകകക്ഷിയായ മുസ്ലിം ലീഗിലെ സുഹൈലാണ് പഞ്ചായത്തിലെ ചെറുപ്രായക്കാരൻ. ബിരുദവും ബിരുദാനന്തര ബിരുദവുമുള്ള സുഹൈൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് രാഷ്ട്രീയ രംഗത്തെത്തിയത്. MSF പഞ്ചായത്ത് സെക്രട്ടറി, നിയോജക മണ്ഡലം പ്രസിഡന്റുമായ സുഹൈലിന്റെ കന്നി അംഗമാണ് ഈ തെരഞ്ഞെടുപ്പ്. മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റായിരുന്ന VM കുഞ്ഞുമുഹമ്മദ് കോൺഗ്രസ് റിബലായി മത്സര രംഗത്തുണ്ട്. കോൺഗ്രസിന് സീറ്റ് നൽകാതെ ലീഗിന് നൽകിയതിലുള്ള അതൃപ്തിയാണ് കുഞ്ഞുമുഹമ്മദ് സ്വതന്ത്രനായി മത്സരിക്കാൻ ഇടയായത്. ഇടതുപക്ഷ സ്വതന്ത്രനായാണ് നസ്രത്ത് അബ്ദുൾ ഖാദർ ജനവിധി തേടുന്നത്. NDAയുടെ വിശാഖ് സുരേഷ്, SDPIയുടെ ഉബൈദ്, ഇടതുപക്ഷ സന്തത സഹചാരിയായിരുന്ന റഫീഖ് കടവല്ലൂർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും മത്സര രംഗത്തുണ്ട്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് റിട്ടേണിംഗ് ഓഫീസറുടെ നിരുത്തരവാദിത്വം. ചൂണ്ടൽ പഞ്ചായത്തിലെ പയ്യൂർ മേഖലയിലും പോസ്റ്റൽ വോട്ടിനുള്ള ബാലറ്റ് മാറി നൽകിയതായി പരാതി. ചൂണ്ടൽ പഞ്ചായത്തിലെ 20-ാം വാർഡ് പയ്യൂർ, ജില്ലാ പഞ്ചായത്തിലെ മുല്ലശ്ശേരി ഡിവിഷനിലും ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ കണ്ടാണശ്ശേരി ഡിവിഷനിലുമാണ് ഉൾപ്പെടുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിശ്ചയിച്ച 100-ലേറെ വരുന്ന ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത് ചൂണ്ടൽ ഡിവിഷനിലെ ബാലറ്റ് പേപ്പറുകളായിരുന്നു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വരണാധികാരിയുടെ നിരുത്തരവാദിത്വമാണ് പോസ്റ്റൽ ബാലറ്റ് മാറിപ്പോകുന്നതിന് ഇടയാക്കിയതെന്ന് പരക്കെ ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. മറ്റൊരു ഡിവിഷനിലെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ രേഖപ്പെടുത്തിയ ബാലറ്റുകൾ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിശ്ചയിച്ച പോസ്റ്റൽ വോട്ടുള്ള വോട്ടർമാർക്ക് നൽകിയതിനെതിരെ ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷൻ UDF സ്ഥാനാർത്ഥിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റായ ജെയ്സൺ ചാക്കോ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. പോർക്കുളം പഞ്ചായത്തിലെ ദമ്പതികളായ വിഗേഷും നിമിഷ വിഗേഷും അവസാനഘട്ട പ്രചരണത്തിലാണ്. BJPക്ക് വേണ്ടി സീറ്റുകൾ നേടാനുള്ള ശക്തമായ പ്രചരണത്തിലാണ് ഈ ദമ്പതികൾ. BJPക്ക് പോർക്കുളം പഞ്ചായത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി സീറ്റ് നേടിയ നിമിഷ അഗതിയൂർ 9-ാം വാർഡിലാണ് മത്സരിക്കുന്നത്. കുന്നംകുളം BJP ഉപാധ്യക്ഷയാണ് നിമിഷ. നിമിഷയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി തൊട്ടടുത്ത വാർഡിൽ ഭർത്താവ് വിഗീഷും മത്സരിക്കുന്നുണ്ട്. BJP കുന്നംകുളം മണ്ഡലം ട്രഷററാണ് വിഗീഷ്. ശക്തമായ മത്സരമാണെങ്കിലും 2 വാർഡുകളിലും വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ ദമ്പതികൾ. വാതിലിന്റെ ഇരുമ്പഴിക്കുള്ളിൽ മണിക്കൂറുകളോളം തലകുടുങ്ങിക്കിടന്ന് മരണത്തോട് മല്ലിട്ട തെരുവുനായ കുട്ടിയെ രക്ഷപ്പെടുത്തി. ഗുരുവായൂർ പാലയൂർ മോസ്കോ നഗറിൽ കാരക്കായിൽ ആസിഫിന്റെ വീട്ടുവളപ്പിലെ വാതിലിലാണ് നായക്കുട്ടി കുടുങ്ങിയത്. ഇന്നലെ രാത്രി കരച്ചിൽ കേട്ടെത്തിയപ്പോഴാണ് വീട്ടുകാർ വിവരമറിയുന്നത്. ഏറെ നേരം പാടുപെട്ടിട്ടും നായക്കുട്ടിയെ രക്ഷപ്പെടുത്താനായില്ല. വീട്ടുകാർ ഭക്ഷണവും വെള്ളവും നൽകിയെങ്കിലും നായക്കുട്ടി കഴിക്കാൻ തയ്യാറായില്ല. ഒടുവിൽ വീട്ടുകാർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സിന്റെ നിർദ്ദേശപ്രകാരം രാവിലെ സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂരെത്തി കമ്പി മുറിച്ചുമാറ്റിയാണ് നായക്കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്കയും മലങ്കര മെത്രാപ്പൊലിത്തയുമായ ബസേലിയോസ് ജോസഫ് ബാവയ്ക്ക് ഊഷ്മള സ്വീകരണം നൽകി. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സ്വീകരണം. രാത്രി 7:30 പള്ളിയിലെത്തിയ ശ്രേഷ്ഠ കാതോലിക്ക ആബൂൻ മോർ ബസേലിയോസ് ജോസഫ് ബാവയും സഭയിലെ മറ്റ് മെത്രാപ്പൊലിത്തമാരും പരിശുദ്ധ മോർ യാക്കോബ് മോസ്കോ സഹദ കുരിശുപള്ളിയിൽ ധൂപപ്രാർത്ഥന നടത്തി. പള്ളിയുടെ മുന്നിൽ വെച്ച് ശ്രേഷ്ഠ ബാവയെയും തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ മോർ ക്ലീമിസ് കുര്യാക്കോസ്, കോഴിക്കോട് ഭദ്രാസനാധിപൻ മോർ ഐറേനിയോസ് പൌലോസ്, UK ബാംഗ്ലൂർ മൈലാപ്പൂർ ഭദ്രാസനാധിപൻ മോർ ഒസ്താത്തിയോസ് ഐസക് എന്നീ മെത്രാപ്പൊലിത്തമാരെയും ഇടവക ഹാരാർപ്പണം നടത്തി വിശ്വാസികൾ പള്ളിയിലേക്ക് സ്വീകരിച്ചു. ഇടവക വികാരി ഫാദർ ബേസിൽ കൊല്ലാർമല്ലി കത്തിച്ച് മെഴുകുതിരി നൽകി ബാവയെയും മെത്രാപ്പൊലിത്തമാരെയും സ്വീകരിച്ചു. തുടർന്ന് ബാവയുടെ നേതൃത്വത്തിൽ സന്ധ്യാനമസ്കാരം നടത്തി. സ്വീകരണ പൊതുസമ്മേളനത്തിൽ ഡോക്ടർ കുര്യാക്കോസ് മോർ ക്ലീമിസ് മെത്രാപ്പൊലിത്ത അധ്യക്ഷനായി. ഐസക് മോർ ഒസ്താത്തിയോസ്, പൌലോസ് മോർ ഐറേനിയോസ്, തൃശൂർ ഭദ്രാസന സെക്രട്ടറി ഫാദർ ബേസിൽ തെക്കുമഠം, ഷൈസൻ പാലക്കൽ എന്നിവർ സംസാരിച്ചു. ബാവയ്ക്ക് ഇടവകയുടെ ഉപഹാരം കമ്മിറ്റി അംഗങ്ങൾ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം സെറിൻ ചീരൻ എന്നിവർ നൽകി. സ്വീകരണത്തിന് ശ്രേഷ്ഠബാവ മറുപടി പ്രസംഗം നടത്തി. വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്ന് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോടുള്ള വിധേയത്വത്തിൽ വിശ്വസ്തതയിൽ മുന്നോട്ടു പോകുവാൻ നമുക്ക് കഴിയണമെന്ന് ബാവ കൂട്ടിച്ചേർത്തു. ഇടവക വികാരി ഫാദർ ബേസിൽ കൊല്ലാർമല്ലി സ്വാഗതവും ട്രസ്റ്റി KJ സോജൻ നന്ദിയും പറഞ്ഞു. ഭക്തസംഘടനകൾ ഗ്രൂപ്പ് ഫോട്ടോയുമെടുത്തു. അത്താഴസദ്യയും ഉണ്ടായിരുന്നു. നിരവധി വൈദികരും വിശ്വാസികളും പങ്കെടുത്തു. വികാരിമാരായ ഫാദർ ബേസിൽ കൊല്ലാർമല്ലി, ഫാദർ ഏലിയാസ് കീരിമോളയിൽ, ട്രസ്റ്റി KJ സോജൻ, സെക്രട്ടറി അരുൺ T രാജൻ, ജോയിന്റ് സെക്രട്ടറി ജിജോ K ജോർജ്, പള്ളി ഭരണസമിതി അംഗങ്ങൾ, ഭക്തസംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ദുബായിലെ പൂരക്കാലങ്ങൾ കഴിഞ്ഞു. ഇനി പെരുന്നാളിന്റെ വരവാണ്.
ബാൻഡ് സെറ്റിന്റെ അകമ്പടിയിൽ തിങ്കളാഴ്ച വൈകിട്ട് ദുബായിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര ഗാനരചയിതാവായ ഹരിനാരായണനും മിഥുനും പെരുന്നാൾ അനൗൺസ്മെന്റ് ഉദ്ഘാടനം ചെയ്തു. 2026 ഫെബ്രുവരി 1 ഗിസൈസിലെ അമിറ്റി സ്കൂളിൽ കുന്നംകുളം പെരുന്നാൾ സീസൺ 2 അരങ്ങേറും. വത്സരാജ് നയിക്കുന്ന രാഗദീപം ബാൻഡ് സെറ്റും ചൊവ്വലൂർ മോഹനൻ വാര്യർ നേതൃത്വം നൽകുന്ന 51 പരം കലാകാരന്മാർ അണിനിരക്കുന്ന ചെണ്ടമേളം, സ്ഫടികം, ശിങ്കാരിമേളം, തമ്പോറും ഉണ്ടാകും. പെരുന്നാൾ രാത്രി സംഗീത വിരുന്നൊരുക്കാൻ പ്രശസ്ത പിന്നണി ഗായകനും അഭിനേതാവും സംവിധായകനുമായ ശ്രീ വിനീത് ശ്രീനിവാസിന്റെ ബാൻഡും സ്റ്റീഫൻ ദേവസിയുടെ സംഗീതവും നടക്കും. കുന്നംകുളം പെരുന്നാൾ അനൗൺസ്മെന്റ് ചടങ്ങിൽ പഴഞ്ഞി പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് ഷാജു സൈമൺ, പെരുന്നാൾ കൺവീനർമാരായ സുനിൽ സിഗ്മ, റോഷൻ സത്യൻ, സെറിൻ ചീരൻ, പബ്ലിക് റിലേഷൻ കോർഡിനേറ്റർ ബ്യൂട്ടി പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ക്വാണ്ടം മെക്കാനിക്സിന്റെ 100ാം വർഷത്തിന്റെ ഭാഗമായി ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ഭൗതികശാസ്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. ദി ക്വാണ്ടം കണക്ട് 2025 എന്ന പേരിൽ വർക്ക്ഷോപ്പ് അക്കാദമി ഓഫ് ഫിസിക്സ് ടീച്ചേഴ്സ് കേരളയുടെ സഹകരണത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ PS ബിജോയ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സെബാസ്റ്റ്യൻ കൂത്തോട്ടിൽ ദി ക്യാറ്റ് ഇൻ ക്വാണ്ടം ലാൻഡ് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. ഡോക്ടർ TD ശ്രീജ, ഡോക്ടർ നിഷാദ്, ഡോക്ടർ വിഷ്ണു, ഡോക്ടർ മനു, KK അഭിഷേക് എന്നിവർ സംസാരിച്ചു. ഉച്ചയ്ക്ക് ശേഷം ക്വാണ്ടം ടെക്നോളജിയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രബന്ധാവതരണ മത്സരം നടത്തി. സെന്റ് തോമസ് കോളേജിലെ വിദ്യാർത്ഥികൾ 1ഉം 2ഉം സ്ഥാനങ്ങളും ശ്രീകൃഷ്ണ കോളേജ് വിദ്യാർത്ഥികൾ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ മനുഷ്യാവകാശ ദിനം ആചരിച്ചു. ഓരോ വ്യക്തിക്കും അവരുടെ ജീവനും സ്വത്തിനും സ്വാതന്ത്ര്യത്തിനും ആശയവിനിമയത്തിനും നിയമത്തിന് മുന്നിൽ തുല്യ അവകാശമുണ്ടെന്നും മനുഷ്യൻ എന്ന നിലയിൽ എല്ലാവർക്കും ലഭിക്കേണ്ട അടിസ്ഥാന അവകാശങ്ങളെ മാനിക്കാനും സംരക്ഷിക്കാനും ഓരോ വിദ്യാർത്ഥിയും സമൂഹത്തിന്റെ ഉത്തരവാദിത്തമുള്ള പൗരന്മാരാകണമെന്നും പ്രിൻസിപ്പാൾ ഷേബ ജോർജ് മനുഷ്യാവകാശ ദിനത്തിൽ നൽകിയ സന്ദേശത്തിൽ പറഞ്ഞു. മനുഷ്യാവകാശങ്ങളുടെ പ്രാധാന്യം, സമത്വം, സ്വാതന്ത്ര്യം, നീതി, ഐക്യം തുടങ്ങിയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 4ാം ക്ലാസ് വിദ്യാർത്ഥികൾ സ്കിറ്റ്, പ്രസംഗം, ഡാൻസ് എന്നിവ അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, വൈസ് പ്രിൻസിപ്പാൾ C രാധാമണി, അധ്യാപകരായ MS മിജ, KV സ്വർണകുമാരി, KM സിന്ധു, UB രാഖി എന്നിവർ മനുഷ്യാവകാശ ദിനാചരണത്തിന് നേതൃത്വം നൽകി. AKTA വടക്കാഞ്ചേരി ഏരിയ കടങ്ങോട് യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. പാറപ്പുറം വായനശാലയിൽ നടന്ന യോഗം ജില്ലാ കമ്മിറ്റി അംഗം ജയ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഷീജ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി AR അരവിന്ദാക്ഷൻ സംഘടനാ റിപ്പോർട്ടും സെക്രട്ടറി സ്മിത വിശ്വനാഥൻ യൂണിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. ട്രഷറർ സുബിത വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. തുടർന്ന് TLTയുടെ പ്രദർശനവും വിപണനവും ഉണ്ടായിരുന്നു. പാലുവായ് യുവനന്ദന അയ്യപ്പ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കോതക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്ക് ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമത്തോടുകൂടി ചടങ്ങുകൾ ആരംഭിച്ചു. വൈകിട്ട് 6 മണിക്ക് പാലുവായ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ നിന്ന് വാദ്യമേളങ്ങൾ, താലപ്പൊലി എന്നിവയുടെ അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് വിളക്ക് മണ്ഡപത്തിലെത്തി. ജയദേവൻ സ്വാമിയും മരത്തങ്കോട് മഠപതി അയ്യപ്പൻ വിളക്ക് സംഘമാണ് വിളക്കു പാർട്ടി. ഭരണസമിതി അംഗങ്ങളായ K വിജയൻ നായർ, KK അപ്പുണ്ണി, C മുരളീധരൻ, ആനേടത്തയിൽ, PT ദീപീഷ്, C പ്രഭാകരൻ, പ്രേമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 11,945 രൂപ, പവന് 95,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 193 രൂപ. ചരമം. കുന്നംകുളം പാൽ സൊസൈറ്റിക്ക് സമീപം കൊട്ടേക്കര ശ്രീധരൻ നിര്യാതനായി 76 വയസ്സായിരുന്നു. സംസ്കാരം ഗുരുവായൂർ ക്രിമിറ്റോറിയത്തിൽ നടത്തി. ലീല ഭാര്യയും ദിനേശ്, സതീഷ്, രമേശ്, നിഷ എന്നിവർ മക്കളുമാണ്. തൊഴിയൂർ പരേതനായ താമരശ്ശേരി കുഞ്ഞുണ്ണി ഭാര്യ കമലു നിര്യാതയായി 82 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് കോട്ടപ്പടി ക്രിമിറ്റോറിയത്തിൽ നടക്കും. തിലകൻ, അംബിക, ആനന്ദൻ, ഷാജൻ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ വടക്കൻ കേരളത്തിൽ ഇന്ന് നിശബ്ദ പ്രചാരണം. തൃശൂർ മുതൽ കാസർഗോഡ് വരെ 7 ജില്ലകളിലാണ് വോട്ടെടുപ്പ്. രാവിലെ 8 മണിയോടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ നാളെ പൊതു അവധി.
വ്യാഴാഴ്ച നടക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. മേഖലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റി നിശ്ചയിച്ച ബൂത്തുകളിലേക്ക് മടങ്ങി. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകൾ ചാവക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ. നിശബ്ദ പ്രചരണ ദിനത്തിൽ വരവൂർ പഞ്ചായത്തിലെ നടുവട്ടത്ത് AC മൊയ്തീൻ MLA വോട്ട് അഭ്യർത്ഥിക്കാൻ എത്തിയെന്നാരോപിച്ച UDF പ്രവർത്തകരുടെ പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് MLA കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തുവെന്ന് കാണിച്ച് UDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലികയും മലങ്കര മെത്രാപ്പൊലിത്തയുമായ ബസേലിയോസ് ജോസഫ് ബാവയ്ക്ക് ഊഷ്മള സ്വീകരണം നൽകി. വിശ്വാസത്തിന്റെ അടിത്തറ പത്രോസ് ഏറ്റുപറഞ്ഞ വിധേയത്വ മനോഭാവമെന്ന് ശ്രേഷ്ഠ ഭാവ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.